ഹ്യൂമൻ ബീയിങ്സിനെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IQ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. 85 to 115 ഉള്ള ഒരു കുട്ടികളെ സംബന്ധിച്ച് ആവറേജ് IQ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. 115 to 135 വരെ അത് ആൽബർട്ട് ഐൻസ്റ്റീനും തോമസ് ആൽവ എഡിസണും. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് IQ എബൌട്ട് 200 പോയിട്ടുണ്ട്. 83 ഹോവാർഡ് ഗാർഡർ എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് എത്രത്തോളം മനുഷ്യരിൽ അത് സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് കണ്ടെത്തുന്നത് അദ്ദേഹം. Human beings have very different kinds of intellectual strengths and that these strengths are very, very important. നമ്മൾ മുമ്പ് മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല. പണ്ട് പേജർ വന്നു, അത് കഴിഞ്ഞ് നോക്കിയുടെ ഫോൺ വന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡും സ്മാർട്ട് ഫോൺസും എല്ലാം വന്നു. വിദ്യാഭ്യാസ രംഗത്തും ഇതുപോലൊരു ടെക്നോളജി AI-യുടെയും ഡിജിറ്റൽ സയൻസിന്റെയും ഡേറ്റാ സയൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും ഇതെല്ലാം വന്നു കഴിയുമ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ കുട്ടികൾ യഥാർത്ഥത്തിൽ പരീക്ഷകളെല്ലാം എഴുതുന്നത് പെൻ ആൻഡ് പേപ്പറാണ്. അത് പതിയെ മാറി ടച്ച് ബോർഡ്സ് ആയി, ഡിജിറ്റൽ ബോർഡ്സ് ആയി. ഇതെല്ലാം സ്കൂളുകളിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അങ്ങോട്ട് വരുമ്പോഴേക്കും കുട്ടികൾ പരീക്ഷ പേപ്പറിൽ എഴുതാൻ പോകുന്നില്ല, കൂടുതലും അവർ എഴുതാൻ പോകുന്നത് ഡിജിറ്റൽ ബോർഡിലായിരിക്കും. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നോട്ട്ബുക്കുകളാണോ ടാബാണോ? ടാബായിരിക്കും. അവർ ബുക്ക് അല്ലല്ലോ അധികം കയ്യിൽ എടുക്കുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഇപ്പോൾ ഓൺലൈൻ വാല്യുവേഷൻ OSM എന്ന് പറഞ്ഞിട്ട് ഓൺ സ്ക്രീൻ മാർക്കിംഗ് വാല്യുവേഷൻ വരുന്നു. ഇത് ആൻസർ പേപ്പർ സ്കാൻ ചെയ്ത് സ്ക്രീനിൽ വന്നിട്ടാണ്. ഇനി അതല്ല, ആൻസർ പേപ്പറേ ഇല്ല. കുട്ടികളെല്ലാം ഈ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ക്രീനുകളിലോ അഡിക്റ്റഡ് ആവുന്നു. അപ്പൊ ഇതൊരു നല്ല കാര്യമാണോ? ഇവിടെ നമ്മളൊക്കെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നവരും അങ്ങനെ ധരിച്ചിരുന്നവരുമാണ്. കോവിഡ് ആണ് ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത്. ആ ഒരു മഹാമാരി വന്നില്ലായിരുന്നുവെങ്കിലും ഈ 2020 ശേഷം ഈ പറയുന്ന മൊബൈൽ ഇതെല്ലാം സംഭവിക്കുമായിരുന്നു. മെഡിക്കൽ എൻട്രൻസ് രാജസ്ഥാൻ കോട്ടയാണ് ഏറ്റവും പ്രധാന കേന്ദ്രം ഇന്ത്യയിൽ. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 30% കുറഞ്ഞു. ഇപ്പോൾ സാത്തി എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് സാത്തി. അധികം ആർക്കും അറിയത്തില്ല. കാരണം ഇവരെല്ലാം എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പോവാണ്, കോച്ചിങ് സെന്ററുകൾ ആശ്രയിക്കുകയാണ്. എല്ലാ എക്സാമിനേഷൻസിനും ഭാവിയിലേക്ക് ഇതുപോലൊരു ഓൺലൈൻ ട്യൂട്ടറിംഗ് ഉണ്ട്, ഡിജിറ്റൽ ലേണിംഗ് ഉണ്ട്, ക്ലാസ് റൂം ലേണിംഗ് ഉണ്ട്. അപ്പോൾ സ്കൂൾ വേണോ? ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മൾ കുട്ടികളോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഉത്തരം നല്ല മാർക്ക് വാങ്ങാൻ. ഇനി കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ജീവിത വിജയം നേടാൻ. ഇപ്പൊ ഈ ജീവിത വിജയം നേടാൻ പഠനം എന്ന് പറയുന്ന നല്ല മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണോ? ഒരു കാലഘട്ടത്തിൽ ഇന്റലിജൻസ് ക്വോഷ്യന്റ് അഥവാ ബുദ്ധി സാമർത്ഥ്യം എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു നല്ല മാർക്ക് വാങ്ങാനും ജീവിത വിജയം നേടാനും ഒക്കെയുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ട് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ ഇന്ന് മാറി വരികയാണ്. ഈ മാറുന്ന സാഹചര്യത്തെക്കുറിച്ച്, മാറുന്ന വിദ്യാഭ്യാസ രീതികളെ കുറിച്ച് ഒക്കെ നമ്മളോട് സംസാരിക്കുന്നത് ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന്റെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ ജ്യോതിസ് ചന്ദ്രൻ സാറാണ്. സാർ, വെൽക്കം ടു ദ ഷോ. ഇന്ന് വളരെ പുതുമയുള്ള ഒരു കാര്യമാണ് ഈ ഇന്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് പറയുന്ന സാധനം മാറി വരുന്നു, അതിന് പല പല സബ് ബ്രാഞ്ചസ് ഉണ്ടാകുന്നു എന്നൊക്കെ കേൾക്കുന്നത്. അപ്പൊ ഈ ഒരു മേഖലയെ കുറിച്ച് എല്ലാ കാലത്തും അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കുന്ന സാറിനോട് തന്നെ ചോദിക്കട്ടെ, ഇന്റലിജൻസ് ക്വോഷ്യന്റ് മാത്രമാണോ കുട്ടികളുടെ ബുദ്ധിയെ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു സാമർഥ്യത്തെ നിർണ്ണയിക്കുന്നത്? 1983 മുൻപ് വരെ ഇന്റലിജൻസ് ക്വോഷ്യന്റ് അത് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അതല്ലാതെ മറ്റൊരു ക്വോഷ്യൻസും ഉണ്ടായിരുന്നതായിട്ട് ആരും കേട്ടിട്ടില്ല, ലോകത്തിൽ ആരും കേട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് 83 ഹോവാർഡ് ഗാർഡർ എന്ന് പറയുന്ന അമേരിക്കൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഇമോഷണൽ ക്വോഷ്യന്റ്, ഇമോഷണൽ ഇന്റലിജൻസ് വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താറുണ്ട്. ഔദ്യോഗിക രംഗത്തും ഫാമിലി ലൈഫിലായിരുന്നാലും അല്ലേ, എല്ലായിടത്തും ഇമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോഷനാണ്. അപ്പൊ ആ ഇമോഷൻസിനനുസരിച്ച് എത്രത്തോളം മനുഷ്യരിൽ അത് സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് കണ്ടെത്തുന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ പാഷൻ ക്വോഷ്യന്റ്, ഓരോരുത്തർക്കും ഓരോ പാഷനുണ്ട്. എൻ്റെ പാഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു എന്താ പറയാ, ഒരു എഡ്യൂക്കേറ്റ് ചെയ്യുക, പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, സ്റ്റുഡൻസിനെ വെറും വിദ്യാഭ്യാസത്തിനുപരിയായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ടീച്ചേഴ്സിനെ ട്രെയിനിങ് ചെയ്യുക. ടീച്ചേഴ്സ് ട്രെയിനിങ്ങും പാരൻസ് ട്രെയിനിങ്ങും ചിൽഡ്രൻ ട്രെയിനിങ്ങും ഒക്കെ ഇതിന്റെ കൂട്ടത്തിലാണ്. അപ്പൊ അതെൻ്റെ ഒരു പാഷനാണ്.
ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലെ നമുക്ക് പറയാവുന്ന ഒരുപാട് നായകന്മാര് നായികമാര് നടിമാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് അത്തരത്തിലുള്ള ആ ഒരു അഭിനയത്തോടുള്ളൊരു പാഷനുണ്ട്. ആ പാഷനിൽ അവർ എത്തിച്ചേരുമ്പോഴാണ് അവർക്ക് ആ ഒരു രംഗത്ത് വിജയം കൈവരിക്കാൻ കഴിയുന്നതും. അപ്പം അങ്ങനെ വാസ്തവത്തിൽ ഇപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തടുത്തടുത്തടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. ആദ്യം നമുക്ക് ഐക്യുവിനെ കുറിച്ച് തന്നെ പറയാം. ബുദ്ധി സാമർഥ്യം, ബുദ്ധി വൈഭവം, ശക്തി. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് ഓരോരുത്തരും ഉന്നതമായ മാർക്കുകളും റാങ്കുകളും ഒക്കെ നേടുന്നത്. ആളുകളുടെ ഇങ്ങനെ ഹൈറാർക്കി പോലും നിശ്ചയിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സൽ ആയിട്ട് അതിനൊരു റേഷ്യോ ഉണ്ട്. ഹ്യൂമൻ ബീയിങ്സിനെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐക്യു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മാഡത്തിന്റെ കുട്ടികളുടെയൊക്കെ ഐക്യു കാൽക്കുലേറ്റ് ചെയ്യാം. മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. മെന്റൽ ഏജ് എന്ന് പറയുന്നത് ഡിവൈസസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് ക്രോണോളജിക്കൽ നമ്മുടെ ഓരോ പ്രായത്തിലും അവരുടെ ഏജ് യഥാർത്ഥ ഏജ് ഇൻറ്റു 100. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാഡത്തിന്റെ ഏജ് ഞാൻ സപ്പോസ് 30 എന്ന് വിചാരിക്കുന്നു. ക്രോണോളജിക്കൽ ഏജ്, ആക്ച്വൽ ഏജ്. മാഡത്തിന്റെ മെന്റൽ ഏജ് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. വേറെ ഡിവൈസ് പോലും എനിക്ക് വേണ്ട. മാഡം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും മാഡത്തിനെ ഏൽപ്പിച്ചാൽ അത് എത്ര സമയത്തിനുള്ളിൽ മാഡത്തിന് അത് പൂർത്തിയാക്കാൻ പറ്റും. 4 പേരെ ഞാൻ എടുത്തു. ഈ 4 പേരുടെയും എടുക്കുന്ന സമയം ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഐക്യു മെഷർ ചെയ്യാനായിട്ട് ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ, സപ്പോസ് ഇപ്പോൾ 6 വയസ്സുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പസിൽസ് കൊടുത്തിട്ട് ആ പസിൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് അതിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ അവരെടുക്കുന്ന സമയം. ഇത് കൂടാതെയാണ് നമുക്ക് ബിൽഡിംഗ് ബ്ലോക്സ് കൊടുത്ത് അവരെ കൊണ്ട് അവർക്ക് വളരെ രസകരമായിട്ട് ഒരു താജ്മഹലോ എന്ത് വേണമെങ്കിലും ചെയ്യും. അതിന് അവരൊരു ഇത് കൊടുത്ത് ഷേപ്പ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ മീൻസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് എത്ര സമയം എടുക്കുന്നു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അവരുടെ വേഗത, അവരെത്ര ഫാസ്റ്റായിട്ട് ഇത് ചെയ്യുന്നത് പൂർത്തിയാക്കുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്ക് അവരുടെ മെന്റലിറ്റി എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടിയാണ്, എല്ലാവരും ഒരുപോലെ ഒരേ പ്രായത്തിൽ 10 വയസ്സുള്ള കുട്ടികൾ എടുത്തിരിക്കുക. അതിൽ ചില കുട്ടികളുടെ അവരുടെ ഫാസ്റ്റ്നെസ്, അവരെത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്നു, എത്ര കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഐക്യു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 15 ഡിവൈഡ് ബൈ 10 × 100 വളരെ സിമ്പിൾ. അപ്പൊ ഈ രീതിയിൽ അപ്പോഴേക്കും ന്യൂമറേറ്റർ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ 10 വയസ്സുള്ള കുട്ടി 15 വയസ്സിന് പെർഫോമൻസ് ചെയ്യും. നേരെ മറിച്ച് 10 വയസ്സുള്ള കുട്ടി 8 വയസ്സിൻ്റെയോ 6 വയസ്സിൻ്റെയോ പെർഫോമൻസും മാത്രമേ കാണിച്ചെന്ന് വരുള്ളൂ മെന്റൽ ഏജിന്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഐക്യു കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ 85 to 115 ഐക്യു ഉള്ള ഒരു കുട്ടികളെ സംബന്ധിച്ച് ആവറേജ് ഐക്യു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ ആവറേജ് ഐക്യു എന്ന് പറയുന്നത് 85 to 115 അവരുടെ ടോട്ടൽ ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട്. അത് 68% ആണ്. 115 to 135 വരെ എടുത്തു കഴിഞ്ഞാൽ അത് 14% ആണ്. അവർ കാൽക്കുലേറ്റ് ചെയ്ത് നടത്തുമ്പോൾ ആവറേജ് മെന്റൽ ഏജ് ഡിവൈഡ് ബൈ ഈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 എന്ന് പറയുന്ന ഐക്യു കാൽക്കുലേറ്റ് എടുക്കുമ്പോഴേ കിട്ടുന്ന വാല്യൂ 115 to 135 വരെ വരുന്ന ഒരുപാട് പേരുണ്ടാവാം. അതേ സമയത്ത് 71 to 84 വരെ ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് 14% ആണ്. ഇനി എബോവ് 135 വിഭാഗമുണ്ട്, അത് 2% ആണ്. അത് ആൽബർട്ട് ഐൻസ്റ്റീനും പഴയ തോമസ് ആൽവ എഡിസണും നമ്മൾ ഒരുപാട് സയന്റിസ്റ്റുമാരെ കുറിച്ചും എല്ലാ ഫീൽഡിലുള്ള പ്രമുഖരെ കുറിച്ച് അറിയാം. അവർക്കൊക്കെ പലർക്കും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഐക്യു ലെവൽ കൂടുതലായിരുന്നു. അതേസമയം 70 താഴെ അതും 2% ആണ്. അവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുൻപ് മെന്റലി റിട്ടാർഡ് എന്ന് പറയുമായിരുന്നു, ഇപ്പൊ അതർലി ഏബിൾഡ് എന്ന് പറയും. ഇതൊക്കെയായിരുന്നു 83 മുമ്പ്, 1983 വരെ മുൻപ് വരെ മനുഷ്യരാശിക്ക് ആകമാനം അറിയാവുന്ന കാര്യം. നമ്മുടെ ഭാരതത്തില് പരമാവധി കണ്ടെത്തിയിട്ടുള്ളത് 160-165 വരെയൊക്കെ ഉണ്ടായിരുന്നു വിദേശങ്ങളിലായിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഐക്യു എബോവ് 200 പോയിട്ടുണ്ട്. ഒരു സൗത്ത് കൊറിയക്കാരൻ 276 ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 230 ആണ്. അത് കഴിഞ്ഞ് പിന്നെ 228 ഉണ്ട്. ഇത്തരത്തിൽ ഐക്യു ഉള്ള പ്രതിഭകളുണ്ട്. ഇവരെല്ലാവരും തന്നെ ഒരേപോലെ ജീവിത വിജയം നേടി കണ്ടിട്ടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ പണ്ട് രജോ ഗുണം, തമോ ഗുണം,
സാത്വിക ഗുണം എന്നുള്ള ഒരു കൺസെപ്റ്റ് പിൽക്കാലത്ത് പറയുമായിരുന്നു. രജോഗുണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 135 എബോ, 115 എബോ 135 വരെ ഉള്ളവരാണ്. 135 എബോ, 150 എബോ, 160 എബോ വരുമ്പോഴാണ് സാത്വികന്മാരായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതേസമയം തമോ ഗുണം എന്ന് പറയുന്നവരാണ് ഈ പറഞ്ഞ ബിലോ ആവറേജ് ലെവലിലേക്ക് വരുന്ന ആൾക്കാർ. ഇതിന് അതേ സമയത്ത് ഇവരെല്ലാവരും ഇപ്പം നമ്മൾ നേരത്തെ ഓട്ടിസം ഉണ്ടെന്ന് കണ്ടെത്തി കുട്ടികൾ, അത്തരത്തിലുള്ള മറ്റ് അതർലി ഏബിൾഡായിട്ട് ജനിക്കുന്ന കുട്ടികൾ പോലും അവർ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ അവർ ജയിക്കുന്നുണ്ട്. അതിനാണ് നേരത്തെ പറഞ്ഞ പാഷൻ കോഷ്യന്റും അതുപോലെ തന്നെ ഇമോഷണൽ കോഷ്യന്റും അതുപോലെ സോഷ്യൽ കോഷ്യൻ. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പലപ്പോഴും ഞാൻ പറയുന്നതിൽ തെറ്റായിട്ട് എടുക്കണ്ട. ചില ആൾക്കാർ വളരെയധികം റാങ്ക് വാങ്ങി തുടർച്ചയായിട്ട് അവരുടെ പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഒക്കെ എല്ലാ സെമസ്റ്ററിലും റാങ്ക് ആയിരിക്കും. എന്നിട്ട് പ്രൊഫഷണൽസ് ആവും. അവരുടെ ഫീൽഡിൽ അവർ പക്ഷേ മറ്റുള്ളവരാൽ അവരോടൊപ്പം പഠിച്ചവരോ അവരോടൊപ്പം വർക്ക് ചെയ്യുന്നവരോ ഇവർ അധികമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയോ അവരുമായിട്ട് അധികം മിങ്കിൾ ചെയ്യുകയോ ചെയ്യില്ല. എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് സോഷ്യലൈസേഷൻ ഇല്ല. അപ്പം അങ്ങനെ സോഷ്യലൈസേഷൻ കുറഞ്ഞവരെ സംബന്ധിച്ചും വാസ്തവത്തിൽ ആൾക്കാർ അവരുമായിട്ടൊരു ഒരു തരത്തിലൊരു അക്സസിബിൾ ആയിട്ട് കിട്ടത്തില്ല. ഇങ്ങനെ ഒരു പ്രോബ്ലംസും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഐക്യുവിന് പുറമെ PQ, പാഷൻ എന്താണോ ആ പാഷനിലേക്ക് പോവുക. EQ, ഇമോഷണൽ എന്ന് പറയുന്നത് എപ്പോഴും ഏത് അധ്യാപകരായിരുന്നാലും അത് ഡോക്ടേഴ്സ് ആയിരുന്നാലും അത് എഞ്ചിനീയേഴ്സ് ആയിരുന്നാലും മറ്റ് IT പ്രൊഫഷണൽസ് ആയിരുന്നാലും മാത്രമല്ല ആരൊക്കെ ആയിരുന്നാലും വീട്ടിലാണ് ഏറ്റവും പ്രധാനം. വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഗ്രാൻഡ് പാരൻസും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരുടെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കണമെങ്കിൽ അഥവാ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഓരോരുത്തർക്കും അവർ ആർജിച്ചെടുക്കണം. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും മറ്റ് ചില കോഷ്യൻസ് കൂടെ പുതിയതായിട്ട് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ കോഷ്യന്റ് എന്ന് പറയുന്നത് പോലും ഉണ്ട്. FQ, ട്രസ്റ്റ് കോഷ്യന്റ് ഉണ്ട്. നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനകത്ത് എത്രത്തോളം ഇപ്പൊ ട്രസ്റ്റ് എന്ന് പറയുന്നത് ചിലരുടെ നമ്മൾ വിശ്വാസം അതല്ലേ അല്ല എന്ന് പറയില്ല. നമ്മൾ ആ ട്രസ്റ്റ് ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉള്ളതുകൊണ്ട് ഇതുവരെ ഞാൻ നേടിയിട്ടുള്ള ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ട്രസ്റ്റാണ്, വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം നേടിയെടുക്കുന്നതിനുള്ളൊരു കോഷ്യന്റ് ഉണ്ട് നമുക്ക്. അത് നമ്മൾ മനസ്സിലാക്കി അതിൽ നമ്മൾ എക്സൽ ചെയ്യാൻ ശ്രമിക്കുക, അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്ക് നമ്മൾ എത്രയൊക്കെ നമ്മൾ പറയാറില്ല ഒരുപാട് ജീവിതത്തിൽ ഇതെല്ലാം നേടി, പക്ഷെ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം ചീട്ടുവിട്ടാലും പോലെ തകർന്നു. ട്രസ്റ്റ് പോയാൽ മതി, ട്രസ്റ്റ് നഷ്ടപ്പെടുത്തിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ട്രസ്റ്റ് കോഷ്യന്റ് ഉണ്ട്. ഇനി കൾച്ചറൽ കോഷ്യന്റ് ഉണ്ട്, CQ, കൾച്ചറൽ കോഷ്യന്റ് ഉണ്ട്. നമ്മുടെ ഓരോ സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള സംസ്കാരമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ വ്യക്തിക്കും അവരുടെ അതാത് സംസ്ഥാനങ്ങൾ ജീവിക്കുന്ന ആ ഒരു പ്രദേശവുമായിട്ട് ചേർന്നിട്ടും അല്ലെങ്കിൽ ആ സമൂഹമായിട്ട് ചേർന്നിട്ടും ആ സംസ്ഥാനമായിട്ട് ചേർന്നിട്ടും ആ രാജ്യവുമായിട്ട് ചേർന്നിട്ടുമുള്ള കൾച്ചർ ഉണ്ടാവും. അതല്ലാതെ ആർട്ടിസ്റ്റിക്കൽ ടാലൻ്റ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കൾച്ചറിലും എക്സൽ ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റൊരു CQ ഉണ്ട്, അത് ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻ. ക്രിയേറ്റിവിറ്റി ചിലർക്ക് വളരെ 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 കൂടുതൽ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. എല്ലാ സമയത്തും അവർക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി, അവരുടേതായിട്ടുള്ള പാഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിരിക്കും. അപ്പൊ അവരവരുടെ ക്രിയേറ്റിവിറ്റി അതിനെയും യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യന്റെ ബേസിൽ ഇപ്പൊ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. TQ ഞാൻ പറഞ്ഞു, ആ TQവിൽ തന്നെ മറ്റൊന്നുണ്ട്, ടെക്നിക്കൽ ക്വസ്റ്റ്യൻ. എന്റെ പൊന്നെ, ഇത് പുതിയതായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതാ, ഞാൻ ഉണ്ടാക്കിയതല്ല. അതെ, അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇന്റലിജന്റ് ക്വസ്റ്റ്യന്റ് മാത്രമായിട്ടായിരുന്നു. ഇപ്പല്ല. അതിനുശേഷം ഈ പറഞ്ഞ ഹവാർഡ് ഗാർഡനർ കണ്ടെത്തിയ ഇമോഷണൽ ഇന്റലിജൻസും അത് കഴിഞ്ഞിട്ട് അടുത്ത പാഷൻ ക്വസ്റ്റ്യന്റും സോഷ്യൽ ക്വസ്റ്റ്യന്റും ഒക്കെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിനെ സ്വാധീനിക്കുകയും അദ്ദേഹത്തിന് മറ്റുള്ളവരിലെ സ്വാധീനിക്കപ്പെടാൻ കഴിയുകയും അദ്ദേഹത്തിന്റെ ബിസിനസ് രംഗത്ത് ഔദ്യോഗിക രംഗത്ത് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുടെ ഒക്കെ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കോഷ്യന്റുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ അത് നമ്മൾ ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലേക്ക് അതിനെ എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത് അല്ലെങ്കിൽ മെർജ് ചെയ്യാൻ സാധിക്കുന്നത്? അധ്യാപകർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം വേണം. അപ്പൊ ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് ടീച്ചേഴ്സിനെല്ലാം ഈ അവബോധം ഞാൻ ഡെവലപ്പ് എടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഇവർക്കെല്ലാം തന്നെ പല സോഴ്സസിൽ നിന്ന്
സ്വാംശീകരിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമായിട്ട് അവർ ഉപയോഗിക്കുന്നു അഥവാ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നു എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ 9, 10 എസ്പെഷ്യലി 11, 12 ഡിഗ്രി ലെവൽ, ഹയർ എഡ്യൂക്കേഷൻ ലെവൽ, ആ ലെവലിൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കുട്ടികൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. കൊടുക്കാനും കൂടെ കഴിഞ്ഞാൽ അധ്യാപക സമൂഹത്തിന് അധ്യാപക സേന എന്നാണ് ഞാൻ എപ്പോഴും ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകര് അഥവാ പൊതുവെ അധ്യാപക സേന എന്ന് വിശേഷിപ്പിക്കാം. അതെന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിനെ കാക്കുന്നത് തീർച്ചയായിട്ടും യോദ്ധാക്കളാണ്. അത് വ്യോമസേനയുണ്ട്, നാവികസേനയുണ്ട്, കരസേനയുണ്ട്. ഈ 3 വിഭാഗം ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ കാക്കുന്നത്. അതേപോലെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനെ മൊത്തം കാക്കുന്നത് അത് ഇതിന്റെ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കാക്കുന്ന അധ്യാപക സേനയല്ലേ ആണല്ലോ. അവരുടെ ഒരു ആയുധങ്ങളൊന്നും ഇല്ല, പരിചയം ഒന്നും അവരുടെ കൈവശം ഇല്ലെന്നേ ഉള്ളൂ. അവരുടെ നാവാണ് അവരുടെ പരിചയം, ആയുധം. അപ്പൊ അത് തീർച്ചയായിട്ടും അതുകൊണ്ട് അവർ അധ്യാപക സേനയായി തന്നെ വിശേഷിപ്പിക്കണം. ബിക്കോസ് അവരാണ് നമ്മുടെ കുഞ്ഞു മക്കളെ കൈ കൊടുത്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ സ്കൂളിലേക്ക് ഒരു 12ാം ക്ലാസ് വരെ ഒരു സ്കൂളുണ്ട്, ഒരു ക്ലാസ്സുള്ള സ്കൂളാണെങ്കിൽ അവിടെ നമ്മൾ 1.5 വയസ്സോ 2.5 വയസ്സോ ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ഡേ കെയർ മുതൽ ഡേ കെയർ, പ്ലേ ക്ലാസ്, പ്രീ കെ ജി, LKG, UKG തുടങ്ങി 15 അല്ല 16, 17 വയസ്സ് വരെ 18 വയസ്സിനുള്ളിൽ അധ്യാപകരാണ് ഇവരെ നോക്കുന്നത്. അപ്പൊ അവരുടെ ബൗദ്ധിക തരത്തിലുള്ള വളർച്ചയിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ജനിച്ചപ്പോഴേ കിട്ടിയിട്ടുള്ള ഒരു ഐക്യം ഉണ്ട്. പക്ഷെ ഈ ഐക്യൂനോടൊപ്പം ഈ PQ, EQ, SQ, CQ, FQ എല്ലാ അധ്യാപകരിലൂടെ ആണ് അവർ കിട്ടേണ്ടത്. അപ്പൊ ഇതൊക്കെ ഭാവിയിലേക്ക് ഇതൊക്കെ എല്ലാ വിദ്യാലയങ്ങളിലെയും ഒരു മാൻഡേറ്ററി ആയി മാറുമോ? അതായത് ഇപ്പൊ നമ്മള് ഇപ്പോഴും വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണ് ചെയ്യുന്നത്? നമ്മൾ പഠിക്കുന്ന പരീക്ഷ എഴുതുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് വെച്ച് കുട്ടിയെ അളക്കുന്നു, അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ IQ ലെവലിൽ നിന്ന് ഈ EQയിലേക്കും PQയിലേക്കും CQയിലേക്കും ഒക്കെയുള്ള ആ കോഷ്യന്റുകളൊക്കെ വളർത്തുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം എന്തെങ്കിലും മാറുമോ? മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വാസ്തവത്തിൽ എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് ഈ NEP 2020 എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് ഇന്ത്യയിലാണ്. അത് ഇന്ത്യയിൽ കസ്തൂരിരംഗൻ സാറിന്റെ നേതൃത്വത്തിൽ 10 പേർ ചേർന്നൊരു ടീം 6 വർഷത്തെ ഒരു സബരിയിൽ നിന്നാണ് അവർ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് നമുക്ക് ഫിൻലാൻഡിൽ നിന്നോ നെതർലൻഡ്സിൽ നിന്നോ ന്യൂസിലൻഡിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ അമേരിക്കയിൽ നിന്നും അതുപോലെ ജപ്പാനിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് ചൈനയിൽ നിന്നും ഒക്കെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്ന്, ദുബായിൽ നിന്ന്, ഇതെല്ലാം തന്നെ പുതിയ എഡ്യൂക്കേഷൻ ഹബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എല്ലാം തന്നെ ഈ ഒരു ടീമിന്റെ പലരായിട്ട് പോയി അവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസ രീതികളും ഉന്നത വിദ്യാഭ്യാസ രീതികളും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗവും ഒക്കെ മനസ്സിലാക്കി അവിടെ നിന്നെല്ലാം നമ്മൾ കടമെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടേതായിട്ടുള്ള ഭാരത സംസ്കാരമുണ്ട്, ഭാരതീയ വിദ്യാഭ്യാസമുണ്ട്. നളന്ദയും തക്ഷശിലയും കലിംഗയും ഇങ്ങനെയുള്ള ഒരുപാട് സർവകലാശാലകൾ നമുക്ക് ഉണ്ടായിരുന്നു. വളരെ വലിയ സർവകലാശാല ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ തിരുവനന്തപുരത്തും ഇതുപോലെ തന്നെ പഴയ സർവകലാശാല ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ എല്ലാം വലിയശാല, വിളപ്പിശാല എന്നൊക്കെ അറിയപ്പെടുന്നത് പഴയ സർവകലാശാലയുടെ തുടർച്ചയെന്നോണമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കേരളത്തിൽ ഉൾപ്പെടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സർവകലാശാലകൾ 15ാം നൂറ്റാണ്ടിലും 16ാം നൂറ്റാണ്ടിലും 17ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 21ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പഴയ സർവകലാശാലകളുടെ പ്രതാപം നമ്മൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് NEP 2020 അതുപോലെ നമ്മളിവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതേപോലെ വിദേശ സർവകലാശാലകളിൽ നിന്ന് നമ്മൾ കുട്ടികൾ പോയി പഠിച്ചിരുന്നു. നമ്മൾ അതിനെ യഥാർത്ഥത്തിൽ ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു സംശയം കേട്ടെ, അടുത്ത ഒരു 10 വർഷത്തില് വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്തായിരിക്കും മറുപടി നൽകുക? 2026 നമ്മൾ സംസാരിക്കുന്നത്. 2036 2047 നമ്മുടെ 100 വർഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 100ാം വർഷം ആഘോഷിക്കുമ്പോൾ 2050 ഉള്ള ഒരു കാലഘട്ടം, 10, 15, 20 കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുകയാണ്? നമ്മൾ മുമ്പ് മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല. മുമ്പ് ഫോൺ ഉണ്ടായിരുന്നതിന്റെ ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിൽ വിളിച്ചിരുന്നത്. മറ്റ് രാജ്യങ്ങളിൽ കിട്ടിയാൽ കിട്ടി, എത്രയോ സമയത്ത് കാലത്തിരുന്നിട്ടാണ്. ഇപ്പൊ ഒരു സെക്കൻഡിൽ കിട്ടുന്നില്ലേ? നമ്മൾ അന്നൊരിക്കലും പണ്ട് പേജർ വന്നു,
അത് കഴിഞ്ഞ് നോക്കിയുടെ ഫോൺ വന്നു, അത് കഴിഞ്ഞ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡും സ്മാർട്ട് ഫോൺസും എല്ലാം വന്നു. ഈ മാറ്റം നമ്മൾ ഉൾക്കൊള്ളുന്നതല്ലേ. അതേപോലെ ഇപ്പോ വിദ്യാഭ്യാസ രംഗത്തും ഇതുപോലുള്ള ടെക്നോളജി, എഐയുടെയും ഡിജിറ്റൽ സയൻസിന്റെയും ഡേറ്റാ സയൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും എഐയുടെ തന്നെ ടോട്ടലി ഉള്ളൊരു ഇൻഫ്ലുവൻസിലൂടെ നമ്മൾ 2G യുഗത്തിൽ നിന്ന് 3G 4G 5Gയിലേക്ക് എത്തി 6G യുഗത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഇതെല്ലാം വന്നു കഴിയുമ്പോൾ വാസ്തവത്തിൽ ഇപ്പൊ കുട്ടികൾ യഥാർത്ഥത്തിൽ പരീക്ഷകളെല്ലാം എഴുതുന്നത് പെൻ ആൻഡ് പേപ്പറാണ്. ചോക്ക് ആൻഡ് ഡോക്ക് മെത്തേഡ് ആയിരുന്നു. അത് പതിയെ പതിയെ മാറി ടച്ച് ബോർഡ്സ് ആയി, ഡിജിറ്റൽ ബോർഡ്സ് ആയി. ഇതെല്ലാം സ്കൂളുകളിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അങ്ങോട്ട് വരുമ്പോഴേക്ക് കുട്ടികൾ പരീക്ഷ പേപ്പറിൽ എഴുതാൻ പോകുന്നില്ല, കുട്ടികൾ നോട്ട്ബുക്കുകളിൽ നോട്ട് എഴുതാൻ പോകുന്നില്ല. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് കുട്ടികൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു രക്ഷകർത്താക്കൾ സങ്കടപ്പെടാം. അവർക്ക് എഴുതാൻ പഠിക്കണം, തീർച്ചയായിട്ടും എഴുതാൻ പഠിക്കണം. പക്ഷേ കൂടുതൽ അവർ എഴുതാൻ പോകുന്നത് ഡിജിറ്റൽ ബോർഡിലായിരിക്കും. പേപ്പർ എഴുതാൻ പേപ്പർ വേണ്ടേ? അഥവാ പേപ്പർ റീപ്ലേസ് ചെയ്യപ്പെടും. കാലത്തിനൊത്ത് നമ്മൾ അതിനനുസരിച്ച് കുട്ടികൾ യഥാർത്ഥത്തിൽ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നോട്ട്ബുക്കുകളാണോ ടാബാണോ? ടാബ്, മൊബൈൽ അല്ലെങ്കിൽ ടാബ്, രണ്ടും അല്ല. കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ ലാപ്ടോപ്പ് ആണല്ലോ. അവർ ബുക്കല്ലല്ലോ അധികം കയ്യിലെടുക്കുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ എത്രയോ 10 വർഷത്തിലധികമായിട്ട് JEE പോലുള്ള എക്സാമിനേഷൻസ് എഴുതുന്നത് ഓൺലൈനാണ്. പ്രൊഫഷണൽ കോഴ്സുകളുടെ പല എക്സാമിനേഷൻസ് എഴുതുന്നത് ഓൺലൈനാണ്. ഇപ്പോൾ ഓൺലൈൻ വാല്യുവേഷൻ OSM എന്ന് പറഞ്ഞിട്ട് ഓൺ സ്ക്രീൻ മാർക്കിംഗ് വാല്യുവേഷൻ വരുന്നു +2-ന്. അപ്പൊ ഇതെല്ലാം ഇത് ആൻസർ പേപ്പർ സ്കാൻ ചെയ്ത് സ്ക്രീനിൽ വന്നിട്ടാണ്. ഇനി അതല്ല, ആൻസർ പേപ്പറേ ഇല്ല. ഓൺലൈൻ എക്സാം എഴുതും, പിന്നെ സ്കാൻ ചെയ്യണ്ട. സാർ, ഇതിന്റെ ഒരു തുടക്കമായിരിക്കില്ലേ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് റൂമുകളിലേക്ക് മാറി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ കോവിഡിന്റെ കാലഘട്ടം എല്ലാ കുട്ടികളും ഓൺലൈൻ ക്ലാസ് റൂമുകളിലേക്ക് മാറി. പക്ഷെ അപ്പൊ ഉണ്ടായ ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് ഇത് നല്ലതാണോ എന്നുള്ളതായിരുന്നു. കാരണം കുട്ടികളെല്ലാം ഈ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ക്രീനുകളിലോ അഡിക്റ്റഡ് ആവുന്നു. അപ്പൊ ഇതൊരു നല്ല കാര്യമാണോ? അന്നൊരു ചോദ്യം വന്നില്ലേ? എന്നാ നമ്മൾ പറയുന്നു ഇനി AI യുഗമാണ്, AIയിലേക്ക് മാറുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നു. അപ്പൊ ഇത് സത്യത്തിൽ ഒരു കോൺട്രഡിക്ടറി അല്ലേ? ഇത് ശരിയല്ല എന്നൊരു സൈഡിൽ പറയുമ്പോൾ മറ്റൊരു സൈഡിൽ നമ്മുടെ ജീവിതം ഭയങ്കര സ്പീഡിൽ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നവരും അങ്ങനെ ധരിച്ചിരുന്നവരുമാണ്. എസ്പെഷ്യലി നമ്മൾ ആ കോവിഡ് വന്നപ്പോൾ കോവിഡ് ആണ് ഇതിനെ റീപ്ലേസ് ചെയ്തത്. ഈ ബുക്കുകളെയും വായനയെയും മാറ്റി എല്ലാം. കോവിഡ് എന്ന് പറയുന്ന ആ ഒരു മഹാമാരി വന്നില്ലായിരുന്നുവെങ്കിലും ഈ 2020 ശേഷം ഈ പറയുന്ന മൊബൈൽ എല്ലാം സംഭവിക്കുമായിരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. കാരണം അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ മൊബൈലെല്ലാം വന്നു കഴിഞ്ഞല്ലോ, എല്ലാ ടെക്നോളജിയും എല്ലാം അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാം വന്നു കഴിഞ്ഞല്ലോ. അപ്പൊ കുട്ടികൾ ആ യുഗത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ യുഗത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ടെക്നോളജിയിലാണ് അഭിരുചിയുള്ളത്, അഭിനിവേശമുള്ളത്. അപ്പൊ അതിലേക്ക് കുട്ടികൾ തീർച്ചയായിട്ടും ആകർഷിക്കപ്പെടും. അതിനനുസരിച്ച് മുതിർന്നവരായ അധ്യാപകരും രക്ഷിതാക്കളും സമൂഹം ഒന്നടങ്കം തയ്യാറാകണം. ഇപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് അല്ലെങ്കിൽ പലതരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, ട്യൂഷൻസ് ആയിട്ട് എല്ലാ രീതിയിലും. ഇതൊന്നും ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ സിവിൽ സർവീസ് എഴുതാനായിട്ട് വാസ്തവത്തിൽ ഡൽഹിയിൽ പോയിട്ടാണ് കുട്ടികൾ പഠിച്ചിരുന്നത്. എഞ്ചിനീയറിംഗും മെഡിക്കലും എൻട്രൻസിന് വേണ്ടി രാജസ്ഥാൻ കോട്ടയാണ് ഏറ്റവും പ്രധാന കേന്ദ്രം ഇന്ത്യയിൽ. കേരളത്തിൽ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. ഈ രാജസ്ഥാൻ കോട്ടയിൽ നേരത്തെ ഉണ്ടായിരുന്നെന്ന് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 30% കുറഞ്ഞു. 2025-26 ആയപ്പോൾ അവിടെ നേരത്തെ 10,000 കുട്ടികൾ പഠിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ 3,000 കുട്ടികൾ 3,500 കുട്ടികളെ പഠിക്കുന്നുള്ളൂ. കേരളത്തിൽ ആരും സമ്മതിച്ചു തരില്ല, കേരളത്തിലെ കണക്കുകൾ വരുന്നില്ല എന്നേ ഉള്ളൂ. കേരളത്തിൽ സപ്പോസ് ഒരു 1,00,000 കുട്ടികൾ എല്ലായിടത്തും പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 50,000 കുട്ടികളോ 60,000 കുട്ടികളെ പഠിക്കുന്നുള്ളൂ. അടുത്ത വരാൻ പോകുന്ന ഒരു 5 വർഷത്തിനകത്ത് ഇത് ഒരു 10% എല്ലായിടത്തും കുറയും. എന്തുകൊണ്ട് കുറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ട്യൂഷൻ ടീച്ചേഴ്സിന്റെ കോച്ചിങ് അധ്യാപകരുടെ ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നു. ഇപ്പൊ സാത്തി എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് സാത്തി. ഇത് 4-5 വർഷമായി. അധികം ആർക്കും അറിയത്തില്ല, കാരണം അവരെല്ലാം എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പോവാണ്, കോച്ചിങ് സെന്ററുകൾ ആശ്രയിക്കുകയാണ്. പക്ഷെ ഒന്നും വേണ്ട, വീട്ടിലിരുന്ന് അവർക്ക് ഓൺലൈനിൽ തന്നെ ഈ ട്യൂട്ടറിംഗ് ഉണ്ട്. ഇതൊരു ഓൺലൈൻ ട്യൂട്ടറിംഗ് ആണ്. ആ ഓൺലൈൻ ട്യൂട്ടറിംഗിന്റെ ഹെൽപ്പേ വേണ്ടു. ആരും നേരിട്ട് കാണുന്നില്ല.
ആരാ പഠിപ്പിക്കുന്നവർ അറിയുന്നില്ല. അവർക്ക് ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ്, നെറ്റിൽ അവൈലബിൾ ആണ്. അതെടുത്തിട്ട് അവർക്ക് ടെസ്റ്റ് സീരീസ് ചെയ്യാം. ആൻസർ കീ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, ആൻസർ കീ ഉണ്ട്, അവർക്ക് തന്നെ അസസ് ചെയ്യാം. അതുകൊണ്ടാണ് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ, SATHEE. സാത്തി ഹിന്ദി വാക്കാണ്, കമ്പാനിയൻ, ഫ്രണ്ട്. അപ്പൊ ഈ രീതിയിൽ എല്ലാ എക്സാമിനേഷൻസിനും ഭാവിയിലേക്ക് ഇതുപോലൊരു ഓൺലൈൻ ട്യൂട്ടറിംഗ് ഉണ്ട്, ഡിജിറ്റൽ ലേണിംഗ് ഉണ്ട്, ക്ലാസ് റൂം ലേണിംഗ് ഉണ്ട്. അപ്പൊ സ്കൂൾ വേണോ? അതെ, ഇപ്പൊ അതാണ് എന്റെ ചോദ്യം. സ്കൂൾ വേണോ, പരീക്ഷ വേണോ, ഇതിന്റെയൊക്കെ ആവശ്യം അപ്പൊ എല്ലാം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു തീർച്ചയായും ഒരു പക്ഷേ ഡോക്ടേഴ്സിന്റെ എണ്ണം കുറയും. കാരണം AI റീപ്ലേസ് ചെയ്യും, റോബോട്ട്സ് റീപ്ലേസ് ചെയ്യും, ചെയ്തുകൊണ്ടിരിക്കുന്നു. 2050 ആകുമ്പോഴേക്കും മെഡിക്കൽ ഡോക്ടേഴ്സ് പകുതിയോളമായിട്ട് കുറയും. എഞ്ചിനീയേഴ്സ് എന്നാൽ അത്രത്തോളം കുറയില്ല. കാരണം എഞ്ചിനീയേഴ്സിന്റെ ആവശ്യം എപ്പോഴും ഉണ്ട്, ഡോക്ടേഴ്സിന്റെ ആവശ്യം എപ്പോഴും ഉണ്ട്. അവരുടെ മേഖലകളിൽ അവരുടെ ഡയഗ്നോസിസ് എന്നുള്ളത് ഒരു വിഭാഗമായിരിക്കും. അവർക്ക് റോബോട്ടിന്റെ സഹായം അപ്പോഴും യഥാർത്ഥ മനുഷ്യന്റെ പ്രോപ്പർ അവർ പ്രോഗ്രാം ചെയ്യണ്ടേ. റോബോട്ട് പ്രോഗ്രാം ചെയ്യില്ലല്ലോ, റോബോട്ടിന് പ്രോഗ്രാം ചെയ്ത് കൊടുക്കണ്ടേ. അതിന് അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള AI പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം. അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും അധ്യാപകരില്ലാതെ കുട്ടികൾക്ക് എന്തായാലും പഠനം പൂർത്തീകരിക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന റോബോട്ടും ഉണ്ടായിക്കൂടെ? അങ്ങനെ ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ യഥാർത്ഥത്തിൽ മജ്ജയുള്ള, മാംസമുള്ള, രക്തമുള്ള മനുഷ്യരാണ്. അതില്ലാത്ത ഒരാളുടെ മുന്നിൽ കുട്ടികളെ സ്വയവും പോകില്ല, രക്ഷിതാക്കൾ അയക്കുകയില്ല. അങ്ങനെ ഒരു ആശങ്ക വേണ്ട. ഹെൽപ്പ് അവരുടേത് ഉണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം നേടുന്നവർ വിദ്യാർത്ഥികൾ തന്നെയല്ലേ ഭാവിയിൽ അധ്യാപകർ, അവർ തന്നെയല്ലേ ഭാവിയിൽ അമ്മമാർ, അവർ തന്നെയല്ലേ ഭാവിയിൽ അച്ഛൻ, അവർ തന്നെയല്ലേ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്. അപ്പൊ അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരിവിടെ തന്നെ കാണും, ഈ ഭൂമുഖത്ത് തന്നെ കാണും. അവർക്ക് അടുത്ത തലമുറയിലുള്ള കുരുന്നു മക്കള് വളർന്ന് വലുതാക്കി എടുക്കുമ്പോൾ നൽകേണ്ടതായിട്ടുള്ള വിദ്യാഭ്യാസപരമായ എല്ലാ സപ്പോർട്ടും കാലത്തിനനുസരിച്ച് ഞാൻ സൂചിപ്പിച്ച പ്ലെയിൻ ആയിട്ട് നമ്മൾ ചോക്ക് ആൻഡ് ടോക്ക് എന്ന് പറയുന്നത് പോലെ പകരമുള്ള ഡിജിറ്റൽ ലേണിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കണം, ഗൈഡൻസ് കൊടുക്കണം, പ്രോപ്പറായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്യണം. അതിലൂടെ അധ്യാപകർ വേണം, അധ്യാപക സേന വേണം. മനസ്സിലായി സാറേ. നമ്മളിപ്പോ അടുത്തൊരു 10 കൊല്ലത്തേക്ക് പറയുമ്പോൾ നമ്മൾ പുറകോട്ടും കൂടെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു 20 വർഷം മുൻപുള്ള ഒരു രീതിയല്ല നമ്മൾ ഇന്ന് പിന്തുടരുന്നത്. എന്തൊക്കെ പ്രധാനമായും വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ ജ്യോതി സ്കൂളിന് വരെ തന്നെ എടുത്തു കഴിഞ്ഞാൽ സാർ തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ ആണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് അത് കുട്ടികൾ തീർച്ചയായിട്ടും അത് ആർജിക്കുന്നുണ്ട്. അധ്യാപകരത് പ്രോപ്പറായിട്ട് അവരും സ്വാംശീകരിച്ചുകൊണ്ട് തന്നെയാണ് അവയെല്ലാം വിദ്യാഭ്യാസത്തിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, വാസ്തവത്തിൽ മുൻപ് യഥാർത്ഥത്തിൽ നമ്മൾ സ്ക്രീനില്ല, ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള നേരത്തെ ഒരു സമയത്ത് എല്ലാം തന്നെ പ്രൊജക്ടറായിരുന്നു, പ്രൊജക്ടർ സ്ക്രീനായിരുന്നു. അത് രണ്ടും മാറിയിട്ടാണ് ടച്ച് ബോർഡും ഡിജിറ്റൽ ബോർഡും ഒക്കെ വന്നിട്ടുള്ളത്. എല്ലാം തന്നെ ഇതിനകത്ത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ടീച്ചേഴ്സിന് ഇപ്പം നമുക്ക് യഥാർത്ഥത്തിൽ എല്ലാം സോഫ്റ്റ്വെയർ ആയിട്ട് കിട്ടും. NCERT ടെക്സ്റ്റ് ബുക്കോ പ്രൈവറ്റ് ഇംഗ്ലീഷ് ബുക്കോ ഒക്കെ ഇതിനകത്ത് കിട്ടും. ഇത് ടീച്ചേഴ്സിന് കസ്റ്റമൈസ്ഡ് എഡ്യൂക്കേഷൻ ലെവലിലേക്ക് അപ്പോഴും ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഷൂസ് പ്രത്യേകിച്ച് ഷൂസ് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഷർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൈസ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ സൈസിലല്ലേ നമ്മൾ പോയി വാങ്ങുന്നത്. അല്ലെങ്കിൽ വീട് തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ബെഡ്റൂമോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ് റൂമോ ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ്ഡ് ആക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഓരോ റെസിഡൻഷ്യൽസ്. അപ്പൊ ഇതുപോലെ തന്നെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനകത്തും കുട്ടികൾ 30 പേരിരിക്കും, 30 പേരുടെ ലെവൽ 30ആണ്. ട്വിൻസ് പോലും 2 മക്കൾ ഒരുമിച്ച് ജനിച്ചാലും 3 ട്രിപ്ലറ്റ്സ് ആയിട്ട് ജനിച്ചാലും ക്വാഡ്രൻസ് ആയിട്ട് 4 പേര് ജനിച്ചാലും എല്ലാവരുടെയും സ്വഭാവം പലതാണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു ക്ലാസ്സിലിരിക്കുന്ന 30 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 30 കുട്ടികളും 30 വ്യക്തിത്വങ്ങളാണ്, വ്യത്യസ്ത വ്യക്തികളാണ്. അവരുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്, അവരുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്. അതിനനുസരിച്ച് ടീച്ചേഴ്സ് അവരുടെ ഓരോരുത്തരെയും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ഓരോരുത്തർക്കും വേണ്ടത് പ്രൊവൈഡ് ചെയ്യും. അത് ചെയ്യുന്നുണ്ട് ഇപ്പോഴേ. ഇത് പക്ഷേ പാരന്റ്സ് അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല.
പലപ്പോഴും ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ ജ്യോതിസന്റെ സ്കൂളുകളിലെല്ലാം തന്നെ കുട്ടികളുടെ ഓരോരുത്തരെയും മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ ഒരു ചോദ്യം ചോദിക്കും, അതെങ്ങനെയാണ് നിങ്ങൾ 30 കുട്ടികളെ എങ്ങനെ ചെയ്യും? ഓഫ്കോഴ്സ് അതിനകത്ത് 15 കുട്ടികളോ 10 കുട്ടികളോ 20 കുട്ടികളോ ഒരേ ലെവലിലുള്ളവരായിരിക്കും. അതിനകത്ത് വളരെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഓരോ സബ്ജക്റ്റിനും ഡിഫറെന്റ് സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ അവരെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്. ഒരു കോമൺ ഫിനോമിന അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ കോമൺ ഫിനോ ആസ് ഇറ്റ് ഈസ് പോകും. അത് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു ഹോട്ടലില് 100 വിഭവം ഉണ്ടാക്കി വെച്ച് 100 പേർക്ക് കൊടുക്കില്ലല്ലോ. ഇല്ലല്ലോ, ഒരു മെനു ഉണ്ടല്ലോ. അതിനകത്ത് കുറെ പേര് ഒരേ മെനു ഇഷ്ടപ്പെടും, കുറെ പേര് അതല്ല മറ്റൊന്ന് ഓർഡർ ചെയ്യും. പക്ഷെ അത് അങ്ങനെ ഓർഡർ ചെയ്യുന്നതെല്ലാം കിട്ടുമല്ലോ. നമ്മുടെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ് ഓരോരുത്തരെയും എന്നെഴുതി എന്തായാലും 100 പേർക്ക് 100 മെനു ഒരിക്കലും നടപടിയാവില്ല. അപ്പൊ അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികള് 30 പേരുണ്ടെങ്കിൽ ആ 30 പേർക്ക് 30 പേർക്ക് കസ്റ്റമൈസ് ചെയ്യണ്ട. 30 പേർക്ക് ഓരോരുത്തർക്കായിട്ട് നമ്മള് അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ച് കൊടുക്കണ്ട. പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയുമല്ലോ, അത് തന്നെയാണ് വിദ്യാഭ്യാസവും. അപ്പൊ പാത്രം അറിഞ്ഞ് വിളമ്പുമ്പോഴേക്കും 30 പാത്രം അവിടെ വേണ്ട, 20 ഒരേപോലത്തെ പാത്രം മതി. അടുത്തൊരു 4-5 പേർക്ക് വീണ്ടും ഒരുപോലത്തെ, അടുത്ത 2-3 പേർക്ക് വീണ്ടും ഒരുപോലത്തെ, 1-2 പേർക്ക് ഓരോരുത്തർക്ക് ഓരോരോ സൈസിലുള്ള ഡിവൈസിലൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് കോഷ്യന്റുകളെ കുറിച്ച് പറഞ്ഞാണല്ലോ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. ഈ കോഷ്യന്റുകളൊക്കെ ഈ ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി ഏത് കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം? ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഇന്റലിജൻസ്, ഡിഫറെന്റ് കോഷ്യൻസ് ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയും. കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ബോഡി കിനസ്തെറ്റിക് എന്നാണ്. നമ്മുടെ സോഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ട്, ഇൻട്രാ പേഴ്സണൽ സ്കിൽസ് ഉണ്ട്. ഇതിനകത്ത് ബോഡി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഉണ്ട്. ഈ ബോഡി കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്ന തരത്തില് സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. അപ്പൊ ഈ ബോഡി കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള ഓരോരുത്തരുടെ ശരീരം ഓരോ രീതിയിലല്ലേ, ആ ശരീരം മുഴുവൻ അവർ ഉപയോഗിച്ചിട്ടായിരിക്കും ഓരോ പ്രവൃത്തി ചെയ്യുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ ഹനീഫ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ബോഡി മുഴുവൻ അഭിനയിക്കുന്നുണ്ട്, ശരീരം മുഴുവൻ അഭിനയിക്കും. ശരിയാണോ? അദ്ദേഹത്തിന്റെ കിരീടവും ജംഗുവും പോലുള്ള പല സിനിമകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കത്തിയും കൊണ്ട് നടക്കുന്ന കഥാപാത്രം ഇങ്ങനെ പോകുമ്പോൾ അയാളുടെ ശരീരം മുഴുവനാണ് അഭിനയിക്കുന്നത്. മറ്റൊരു മ്യൂസിഷ്യന്റെ പേര് പറയാം, SP ബാലസുബ്രഹ്മണ്യം. SP ബാലസുബ്രഹ്മണ്യന്റെ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പാട്ട് കേൾക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ നമ്മൾ ആസ്വദിക്കും. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ അതിനനുസരിച്ച് ഇളകുകയാണ്. യേശുദാസിനെ പോലുള്ള ജയചന്ദ്രൻ പക്ഷെ ഭാവഗായന എന്ന് പറയപ്പെടുന്നത്, നമ്മൾ ഭാവഗായന എന്നല്ല ജയചന്ദ്രൻ അറിയപ്പെടുന്നത്. ജയചന്ദ്രൻ ഭാവഗായന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖത്തും അദ്ദേഹത്തിന്റെ ഭാവം മുഴുവൻ വരും. ഇപ്പൊ കൽപ്പന മുൻപൊരിക്കൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ യഥാർത്ഥത്തിൽ പാട്ടുകളെ കുറിച്ചാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, ലിറിക്സിനെ കുറിച്ചാണ്, എഴുത്തുകാരെ കുറിച്ചാണ്. അത് വയലാറായിരുന്നാലും പി ഭാസ്കരനായിരുന്നാലും ശ്രീമന്തവി സാറായിരുന്നാലും ഒരുപാട് എഴുത്തുകാരെ കുറിച്ച് നമ്മൾ ഒരുപാട് പറയും. പക്ഷേ ജോൺസൺ മാഷോ രവീന്ദ്രൻ മാഷോ അല്ലെങ്കിൽ ദേവരാജൻ മാഷോ പഴയ പ്രമുഖരായിട്ടുള്ള വളരെ വലിയ വ്യക്തിത്വങ്ങളുണ്ട്. ഒക്കെ ഇല്ലാതിരുന്നെങ്കിൽ ഈ പാട്ട് നമ്മൾ കേൾക്കുമായിരുന്നില്ല. ലിറിക്സ് അവിടെ ഇരിക്കും. ആ ലിറിക്സിന് അനുയോജ്യമായ സംഗീതം കൊണ്ടുവരുന്നതിലാണ്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ONV എഴുതിയതാണ്. ONV ദേവരാജനുമായിട്ട് 10 വർഷത്തിലധികം പരസ്പരം സംസാരിക്കുമായിരുന്നില്ല, പിണങ്ങിയിരുന്നതാണ്. അപ്പൊ അന്ന് യഥാർത്ഥത്തിൽ ONVയുടെ വരികളാണ്. ONV യഥാർത്ഥത്തിൽ പലർക്കും ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു കാമുകിക്ക് വേണ്ടി എഴുതുന്നതായിട്ടായിരിക്കും തോന്നുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ കാമുകിക്ക് തുല്യൻ അഥവാ കാമുകന് തുല്യനായിട്ട് അദ്ദേഹം അത്രമാത്രം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ പിണങ്ങി നടന്നിരുന്ന ദേവരാജൻ മാഷ്. ആ ദേവരാജൻ മാഷിനെ കൊണ്ട് മാത്രമേ ആ വരികൾ ഈണം നൽകുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പാട്ടിന് ഇന്നും സൗന്ദര്യമുള്ളത്. കാലാതിവർത്തി എന്നൊക്കെ നമ്മൾ പറയുന്ന ചില ഒരുപാട് പാട്ടുകളുണ്ട് ഇങ്ങനെ. അപ്പൊ ഇതെല്ലാം തന്നെ സംഗീതം ഇപ്പോ ചേരുമ്പടി ചേർക്കുക എന്ന് പറയുന്നത് പോലെയാണ്. ഇത് കൽപ്പനയാണ് ഒരിക്കലും ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അന്നാണ് നടത്തി കൽപ്പന ഇത്രമാത്രം വളരെ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് അല്ലേ.
അപ്പൊ ഏതായാലും ഈ കോഷ്യന്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇന്റലിജൻസ് കോഷ്യന്റ് എന്നുള്ളത് മാത്രമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്ന അതാണ്, ബുദ്ധിശക്തി അളക്കുന്നു, ബുദ്ധിശക്തി എത്രയാണെന്ന് അറിയുന്നു, അതനുസരിച്ച് മാർക്ക് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു വിശാലമായ ലോകമുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇപ്പൊ എൻ്റെ കുഞ്ഞടക്കമുള്ളവർ വളർന്നു വരുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിലേക്കാണ്. അവളുടെ ഇന്റലിജൻസ് കോഷ്യന്റും അതിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇമോഷണൽ കോഷ്യന്റ് എന്നും ഫൈനാൻഷ്യൽ കോഷ്യന്റ് എന്നും സ്ട്രെസ് കോഷ്യന്റ് എന്നും ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ ഏതായാലും ജ്യോതിസ് സെൻട്രൽ സ്കൂളിൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം മുൻതൂക്കം നൽകുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ മറ്റ് സ്കൂളുകളും ഇത്തരത്തിലുള്ള വാല്യൂസ് പതുക്കെ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് സാർ, ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.